നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14/1/2025 ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത്. എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം, മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വിദേശത്ത് ഒരു വലിയൊരു വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് RSS-4 ഒരു കിൻഡലിന് 627 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതുകൂടാതെ കേരളത്തിലെ കർഷകർക്കുള്ള ഫീൽഡ് ലാറ്റസിന്റെ വിലയിലും 3 രൂപയുടെ വർധനവുണ്ട്. അപ്പൊ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം. ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 ഒരു കിലോയ്ക്ക് 191 രൂപ, ഒരു കിൻഡലിന് 19,100 രൂപ. RSS-5 ഒരു കിലോയ്ക്ക് 187 രൂപ, ഒരു കിൻഡലിന് 18,700 രൂപ. ISNA20 ഒരു കിലോയ്ക്ക് 177 രൂപ, ഒരു കിൻഡലിന് 17,700 രൂപ. 60% ലാറ്റസിന് 13,525 രൂപ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS-4 ഒരു കിലോയ്ക്ക് 191 രൂപ, ഒരു കിൻഡലിന് 19,100 രൂപ. RSS-5 ഒരു കിലോയ്ക്ക് 187 രൂപ, ഒരു കിൻഡലിന് 18,700 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS-4നും 5നും കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 60% ലാറ്റസിന് 210 രൂപയുടെ വർധനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം. 80% DRCL ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 131 രൂപ, ഒരു കിൻഡലിന് 13,100 രൂപ. 60% DRCL ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 98 രൂപ 25 പൈസ, ഒരു കിൻഡലിന് 9,825 രൂപ. ഇതാണ് ഒട്ടുപാലിന്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 ഒരു കിലോയ്ക്ക് 206 രൂപ 97 പൈസ, ഒരു കിൻഡലിന് 20,697 രൂപ. RSS-2 ഒരു കിലോയ്ക്ക് 205 രൂപ 48 പൈസ, ഒരു കിൻഡലിന് 20,548 രൂപ. RSS-3 ഒരു കിലോയ്ക്ക് 204 രൂപ 11 പൈസ, ഒരു കിൻഡലിന് 20,411 രൂപ. RSS-4 ഒരു കിലോയ്ക്ക് 203 രൂപ 37 പൈസ, ഒരു കിൻഡലിന് 20,337 രൂപ. RSS-5 ഒരു കിലോയ്ക്ക് 202 രൂപ 25 പൈസ, ഒരു കിൻഡലിന് 20,225 രൂപ. ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ RSS-4 ഒരു കിൻഡലിന് 627 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. RSS-5ന്റെ വിലയിലും ഒരു കിൻഡലിന് 626 രൂപയുടെ വർധനവുണ്ട്. ഇന്നൊരു വലിയൊരു വർധനമാണ് വിദേശത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 ഒരു കിലോയ്ക്ക് 183 രൂപ, ഒരു കിൻഡലിന് 18,300 രൂപ. RSS-5 ഒരു കിലോയ്ക്ക് 179 രൂപ, ഒരു കിൻഡലിന് 17,900 രൂപ. ISS ഒരു കിലോയ്ക്ക് 168 രൂപ മുതൽ 168 രൂപ 50 പൈസ വരെയും, ഒരു കിൻഡലിന് 16,800 രൂപ മുതൽ 16,850 രൂപയും. ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ 70% DRCL ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 115 രൂപ, ഒരു കിൻഡലിന് 11,500 രൂപ. ഒട്ടുപാലിന്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് വിലയും കൂടുതൽ കിട്ടും. ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS-4നും 5നും ISSനും ഒരു കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒട്ടുപാലിന്റെ വിലയിലും 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വ്യാപാരി വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം. ലാറ്റക്സ് 177 രൂപ, 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 10,600 രൂപ, 1 ലിറ്റർ പാലിന് 53 രൂപ. ഇന്നത്തെ ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു വലിയൊരു വർധനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ 174 ഉള്ളായിരുന്നു ഫീൽഡ് ലാറ്റക്സിന്റെ വില, ഇന്നത് 177 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്നലെ 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 10,500 രൂപ ഉള്ളായിരുന്നു, ഇന്നത് 10,600 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 1 ലിറ്ററിന്റെ പാലിന്റെ വില 52 രൂപ 50 പൈസയായിരുന്നു, ഇന്നത് 53 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം. സ്വർണം 1 ഗ്രാമിന് 7,340 രൂപ, സ്വർണം 8 ഗ്രാം 1 പവന് 58,720 രൂപ. ഇതാണ് ഇന്നത്തെ സ്വർണ്ണ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. കുരുമുളക് ഗാർബിൾ 1 കിലോയ്ക്ക് 667 രൂപ, കുരുമുളക് അൺഗാർബിൾ 1 കിലോയ്ക്ക് 647 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 637 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എന്റെ നന്ദി.